വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, PSC ആവർത്തിക്കുന്ന SCERT പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ആവർത്തിക്കുന്ന കഴിഞ്ഞ പരീക്ഷകളിലായിട്ട് ആവർത്തിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്യുന്നവർക്കറിയാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും കാണുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും ഇത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കുന്നതെന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ കണ്ടു അല്ലേ, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ശരിയായ ആൻസർ എന്ന് നോക്കാം. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് അല്ലേ. നമുക്കറിയാം, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രസ്താവിച്ച സമ്മേളനം എന്ന് പറയുന്നത് ഏതാണ്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനമാണോ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം എന്ന് പറയുന്നത്? ഏതാണ്? ആണല്ലേ, 1929 ലാഹോർ സമ്മേളനത്തിലാണ്, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിലാണ് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയി എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അല്ല അല്ലേ. നമുക്കറിയാം നെഹ്റു ആയിരുന്നു അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റാണല്ലേ, നെഹ്റു ആണ്, ഗാന്ധിജി അല്ല. നെക്സ്റ്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് ആരംഭിച്ചു. ശരിയാണല്ലേ, 1929 ലാഹോർ സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് ആരംഭിച്ച സമ്മേളനം എന്ന് പറയുന്നത് ഇതാണ്, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനമാണല്ലേ. എന്നാണ് ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്? ഡേറ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1929 ഡിസംബർ 19-നാണ്. 1929 ഡിസംബർ 19-നാണ് എന്ത് ലാഹോർ സമ്മേളനം നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം നടന്നതല്ലേ, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമായിരുന്നു ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്നാണ് നമുക്കറിയാം ഇന്ത്യക്കാർ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു ഡേറ്റ് ഉണ്ട്, ഇന്ത്യക്കാർ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാമെന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൻ്റെ പൊതുപ്രഖ്യാപനം നടന്നതും ഈ ഒരു വർഷമാണ്. ഏതാണ്? 1929 ജനുവരി 26-നാണ്. 1929 ജനുവരി 26-നാണ് അത് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായിട്ട് ആഘോഷിക്കുവാനായിട്ട് കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്ത ഡേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1929 ജനുവരി 26-നാണ്. ഇനി നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷം വഹിച്ചത് അല്ലേ, ഗാന്ധിജി ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത്. ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെന്താണ്, പൂർണ്ണ സ്വരാജിൻ്റെ ഭരണഘടന ആരംഭിച്ചതോടെയാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമവും അതുപോലെ തന്നെ ഗവൺമെൻറ് ആക്റ്റും ഒക്കെ അസാധുവാക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ. അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് ആരംഭിച്ചു, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ SCERT നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് പാഠഭാഗം, അതായത് ഗാന്ധി സമയ രീതികളും അതുപോലെ തന്നെ നവോത്ഥാനം എന്ന് പറയുന്ന രണ്ടും കൂടിയിട്ട് നമ്മളൊരു SCERT ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കൂടിയും കാണാൻ, എന്നാലാണ് നമുക്ക് കുറച്ചുകൂടി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യകാല സമരം എന്ന് പറയുന്നത്? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ കേദാ സമരവും ചമ്പാരൻ സമരവുമാണ് അല്ലേ. കേദാ സമരവും ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ 1917-ലാണ് നടന്നത്. കേദാ സമരം നടന്നതെന്നാണ് 1918-ലാണ് കേദാ സമരം നടക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഹോം റൂൾ സമരം നടന്നതെന്നാണ് 1916-ലാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്പാരൻ സമരവും അതുപോലെ തന്നെ കേദാ സമരവുമാണ്. ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെയാണ് അതിൽ നമ്മൾ എടുത്ത ചാപ്റ്ററിൽ ഫസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 1, 3 ശരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്?
ആരൊക്കെയാണ് അംഗമല്ലാതിരുന്നത്? അലക്സാണ്ടർ, അതുപോലെ തന്നെ സ്റ്റിഫാർഡ് ക്രിപ്സ് ഒക്കെ എന്താണ് അതിൽ അംഗമായിരുന്നത്? ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇതിൽ അംഗമല്ലാത്തത് മൗണ്ട് ബാറ്റൺ പ്രഭുവും അതുപോലെ തന്നെ ഇർവിൻ പ്രഭുവാണ്. AV അലക്സാണ്ടർ, അതുപോലെ തന്നെ സർ സ്റ്റിഫോർഡ് ക്രിപ്സും അതുപോലെ തന്നെ അവരൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്, ഈ ക്യാബിനറ്റ് മിഷനിൽ അംഗമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണ് 3, 4 ശരി വരുന്നത്. നമുക്ക് അംഗമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് 1, 2 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണല്ലേ. സൈനിക സഹായ വ്യവസ്ഥ 1798 നടപ്പിലാക്കിയത്. കേഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയെന്ന് പറയുന്നുണ്ട്. കേഴ്സൺ ആണോ? അല്ല അല്ലേ. വെല്ലസ്ലി പ്രഭുവാണ് നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭുവാണ്. നെക്സ്റ്റ്, അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തിൽ നിലനിർത്തണം. അതും ശരിയാണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തിൽ നിലനിർത്തണം. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1798 നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തിൽ നിലനിർത്തണം. വെല്ലസ്ലി എന്ന് പറയുന്ന ആളാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 മാത്രമാണ് തെറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത്, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ആരൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടില്ലേ, നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനം എടുത്തിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ പറഞ്ഞ ആ ഒരു നമ്മൾ ആ ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടോ കുറേ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആ ഒരു SCERT ചാപ്റ്ററിൽ തന്നെയുണ്ട്, SCERT പാഠഭാഗത്ത് തന്നെയുണ്ട്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്തപ്പെട്ട് പറയുന്ന പേരുകൾ ഏതൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലിയാണ് ഖിലാഫത്ത് നേതാക്കന്മാർ എന്ന് പറയുന്നത്. 1, 4 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? കടമെടുത്ത ആശയങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ ആമുഖമൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത്. ആമുഖം, നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കേണ്ടത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എപ്പോഴും നമുക്ക് കണ്ടിട്ടുണ്ടല്ലേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാണ്? ആദ്യത്തെ പ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? 326 അല്ലേ. ആർട്ടിക്കിൾ 326 പ്രകാരം ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? ആദ്യത്തെ പ്രദേശം? മണിപ്പൂരാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് അധ്യക്ഷനായിരുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ. സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ആദ്യമായിട്ട് വിവരാവകാശം നടപ്പിലാക്കിയത്. എന്നാൽ വിവരാവകാശം വരുന്നതിന് മുമ്പ് തന്നെ ഒരു മുൻഗാമിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. തമിഴ്നാട് നമ്മൾ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വിവരാവകാശം നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? രാജസ്ഥാനാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനായിട്ട് അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡർ ആരാണ്? ലീഡർ എന്ന് പറയുന്നത് ആരാണ്? ടി.കെ. മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡർ ടി.കെ. മാധവനാണ്. ഇനി അതുപോലെ തന്നെ പാളയം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരാണ്? പാളയം സത്യാഗ്രഹത്തിൻ്റെ ആരാണ്? A.G. വേലായുധൻ അല്ലേ. A.G. വേലായുധനാണ്. രക്തസാക്ഷി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? A.G. വേലായുധനാണ്. അപ്പോൾ A.G. വേലായുധനാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരാണ്? K. കേളപ്പനാണ്. അതും ശരിയാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് അല്ലേ. അവർണർക്ക് വഴി നടക്കുവാനുള്ള അവകാശത്തെ ചൊല്ലിയിട്ടുള്ള ഒരു സത്യാഗ്രഹം എന്ന് ചോദിക്കുന്നത് വൈക്കം സത്യാഗ്രഹമായിരുന്നു. വൈക്കത്ത് നടന്നത് അല്ലേ. ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയിട്ടുണ്ടല്ലോ. സവർണ ജാഥ മന്നത്ത് നിന്ന് സവർണ ജാഥ നടത്തിയതായിരുന്നു? തിരുവനന്തപുരത്തേക്ക്
തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു അല്ലേ? മന്നത്ത് പത്മനാഭനായിരുന്നു. പിന്നെ എന്തൊക്കെയാണ്? പാളയം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? പാളയം സത്യാഗ്രഹം നടന്ന വർഷം 1947-48 കാലഘട്ടത്തിലാണ്. 1947-48 കാലഘട്ടത്തിലാണ് പാളയം സത്യാഗ്രഹം നടക്കുന്നത്. പാളയം സത്യാഗ്രഹം എന്ന് പറയുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം. ചോദിക്കുകയാണെങ്കിൽ പാളയം സത്യാഗ്രഹമാണ് കേരളത്തിലെ കേട്ടോ. പാളയം സത്യാഗ്രഹത്തിനുള്ള കാരണം എന്ന് പറയുന്നതും ഇപ്പോൾ തന്നെയാണ്, ഹിന്ദുക്കൾക്ക് നിഷേധിച്ചിരുന്നത് തന്നെയാണ്. എന്നാണ് പറയുന്നത്? ചേന്ദമംഗലം അല്ലേ? ചേന്ദമംഗലം എന്ന് പറയുന്ന ഒരു റോഡ്, ഈ പാളയം ക്ഷേത്രത്തിനടുത്തുള്ള ചേന്ദമംഗലം റോഡിൽ കൂടെ ഈ താഴ്ന്ന ജാതിക്കാർക്കും ഹിന്ദുക്കളല്ലാത്തവർക്കൊക്കെ നടക്കാനുള്ള അവകാശം നിഷേധിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് പാളയം സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1931-32 കാലഘട്ടത്തിലാണ് അല്ലേ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഇനി ആ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്നത്ത് പത്മനാഭനാണ്. അധ്യക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അധ്യക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്നത്ത് പത്മനാഭനാണ് അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ വളണ്ടിയർ ക്യാപ്റ്റൻ ചോദിക്കാറുണ്ട്. വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG ആണല്ലേ? ആരാണ് വളണ്ടിയർ ക്യാപ്റ്റൻ? ആരാണ്? AKG ആണ്. AK ഗോപാലനാണ് വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ചിട്ട് 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം പിൻവലിച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ സത്യാഗ്രഹം പിൻവലിക്കുന്നത് ആരുടെ ഉപദേശപ്രകാരമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരമാണ് അത് പിൻവലിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ വൈക്കം സത്യാഗ്രഹം, പാളയം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണ്? നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ് അല്ലേ? ചട്ടമ്പി സ്വാമികളുടെ ഏതിലെ കൃതികളാണ് ചോദിച്ചിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ എന്ന് പറയുന്നത്? വേദാധികാര നിരൂപണം, അതുപോലെ തന്നെ ആദിഭാഷ എന്നിവ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന രചനകളാണ്. ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? ആദ്യകാല നാമം ഏതായിരുന്നു? പേട്ടയിൽ രാമൻപിള്ള ആശാൻ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമിനെയാണ്. അത് ചോദിക്കാറുണ്ട്. പിന്നെ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷവും വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷവും ചോദിക്കാറുണ്ട് കേട്ടോ. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് എന്നാണ്? 1882ലാണ്. 1882ലാണ് ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത്. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് കേട്ടോ. വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് 1892ലാണ്. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നതാണ് 1882. വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് 1892ലാണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? ഗുരു ആരാണ്? അയ്യയാണല്ലേ? തൈക്കാട് അയ്യയാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്ന് പറയുന്നത്. തൈക്കാട് അയ്യയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ്? വടിവീശ്വരത്താണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട്. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. അയ്യപ്പനാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. അയ്യപ്പൻ എന്ന് പറയുന്നത് എപ്പോഴും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അയ്യപ്പൻ, കുഞ്ഞംപിള്ള, ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ കഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. ഷൺമുഖദാസൻ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, അതുപോലെ സർവ്വവിദ്യാധിരാജ ഷൺമുഖദാസൻ, അതുപോലെ തന്നെ കുഞ്ഞംപിള്ള എന്നൊക്കെ അറിയപ്പെടുന്നവരാണ് ചട്ടമ്പി സ്വാമികളെയാണ്. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഈ നമ്മൾ പറഞ്ഞ തൈക്കാട് അയ്യയാണ്. അപ്പോൾ തൈക്കാട് അയ്യയാണ് ഷൺമുഖദാസൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുവെന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുവെന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ്? ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം അല്ലെങ്കിൽ ക്രിസ്തുമത നിരൂപണം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് കേട്ടോ. ക്രിസ്തുമത നിരൂപണം,
നിരൂപണം, ക്രിസ്തുമത നിരൂപണം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് നവമഞ്ചരി. നവമഞ്ചരിയിലെ ചട്ടമ്പി സ്വാമിയെ ആദരിച്ചിട്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയായിരുന്നു നവമഞ്ചരി എന്ന് പറയുന്നത്. അപ്പോൾ നവമഞ്ചരി ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് നവമഞ്ചരി. നവമഞ്ചരി എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളെ ആദരിച്ചിട്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണെന്ന് ചോദിക്കാറുണ്ട്, നവമഞ്ചരിയാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവാരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം. പിന്നെന്തൊക്കെയാണ്? ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാന്തസാരം, പ്രാചീന മലയാളം. ഇമ്പോർട്ടൻ്റ് ആണോ? പ്രാചീന മലയാളം പഠിച്ചു വയ്ക്കുന്നുണ്ടോ? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്, ചോദിക്കാറുണ്ട്. പ്രാചീന മലയാളം, ആദിഭാഷ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയുന്നത് വേദാധികാരി നിരൂപണം. ഇതൊക്കെയാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കൃതികളെന്ന് പറയുന്നത് കേട്ടോ. വേദാന്തസാരം, വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, ആദിഭാഷ എന്നിവയൊക്കെ പറയുന്നത് ഇത് ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ചട്ടമ്പി സ്വാമിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പന്മനയിലാണ് കേട്ടോ. പട്ടമ്പി സ്വാമിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പന്മനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കൊല്ലൂർ അല്ലെങ്കിൽ കണ്ണൻമൂല എന്നൊക്കെ പറയും. കൊല്ലൂർ അല്ലെങ്കിൽ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതൊക്കെയാണ്? ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രധാന പരാമർശങ്ങൾ ഏതൊക്കെയാണ്? ശക്തൻ തമ്പുരാനെ കുറിച്ചിട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കോവിലകത്തും വാതുക്കൽ. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. കുളച്ചിൽ യുദ്ധം നടന്നിട്ടുണ്ടോ? കുളച്ചിൽ യുദ്ധം ശക്തൻ തമ്പുരാനെ ഭജനവുമായി ബന്ധപ്പെട്ടതാണല്ലോ അല്ലേ? മാർത്താണ്ഡവർമ്മയാണല്ലോ കുളച്ചിൽ യുദ്ധം നടത്തുന്നത്. അപ്പോൾ കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതതും ശക്തൻ തമ്പുരാനാണ്. കോവിലകത്ത് വാതുക്കൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു. കൂടൽ മാണിക്യം ക്ഷേത്രം പുതുക്കി പണിതൊക്കെ ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ 1, 2, 4 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ? വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചൊന്ന് പറഞ്ഞേ. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? സ്വാമിത്തോപ്പിൽ, നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് ജനിച്ചത്. ജനിച്ച വർഷം ചോദിക്കാറുണ്ട് കേട്ടോ. 1809 മാർച്ച് 12 അദ്ദേഹം ജനിക്കുന്നത്. വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത് 1809 മാർച്ച് 12 പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഒരു കിണറുണ്ടല്ലോ അല്ലേ? അദ്ദേഹം മുന്തിരി കിണർ നിർമ്മിച്ചത് ആരാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുണ്ഠ സ്വാമികളാണ്. മുന്തിരി കിണർ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് മുന്തിരി കിണർ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? അയ്യയാണ്. വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യയാണ്. ശിഷ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? അയ്യയാണ്. പിന്നെ നിഴൽ താങ്കൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ? നിഴൽ താങ്കൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിഴൽ താങ്കൾ എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളെയാണ് നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സമത്വ സമാജം നമ്മൾ പറഞ്ഞു അല്ലേ? ഏതാണ് വർഷം? സമത്വ സമാജത്തിൻ്റെ വർഷം 1836 അല്ലേ? സമത്വ സമാജം 1836. പിന്നെ അദ്ദേഹം എന്താണ്? അയ്യാവഴി എന്ന് പറയുന്ന ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ? അയ്യാവഴി എന്ന് പറയുന്ന മതം സ്ഥാപിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അയ്യാവഴി എന്ന് പറയുന്ന ദാർശനികത എന്നൊക്കെ ചോദിക്കാറുണ്ട്. അയ്യാവഴി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദാർശനികതയാണ്. മുടി ചൂടും പെരുമാൾ എന്നൊക്കെ അറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികളെയാണ് കേട്ടോ. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ജാതി 1, മതം 1, കുലം 1, ദൈവം 1, ലോകം 1 ഒക്കെ ഇവർ സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം, ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിൻ്റെ ഭരണം അല്ലെങ്കിൽ വെണ്ണീജ ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. ഇത്രയൊക്കെയാണ് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം ജനിച്ചത് 1809 മാർച്ച് 12-നാണ്. സമത്വ സമാജം സ്ഥാപിച്ചു 1836. മുന്തിരി കിണർ സ്ഥാപിച്ചു. അയ്യാവഴി എന്ന് പറയുന്നത് ദാർശനികതയാണ്. നിഴൽ താങ്കൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നെ എന്താണ്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അദ്ദേഹമാണ്. പിന്നെ കൂലിക്ക് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു. മേൽമുണ്ട സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് യോജിക്കാത്ത പ്രസ്താവന? ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് 1821 നടന്നത്. അതും ശരിയാണ്. 1821 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കലാപകാരികൾ ഏഞ്ചൽ കോട്ട പിടിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? കലാപകാരികൾ ഏഞ്ചൽ കോട്ട പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തതെന്നുള്ളത് തെറ്റാണ്. ആൻസർ തെറ്റാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1821 നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ഇതൊക്കെ ശരിയാണ്. 4 തെറ്റി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 നമുക്കിത് നോക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് എവിടെയാണ്? ഇടുക്കിയിലാണല്ലേ? ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത്? ബാർലി ആണല്ലേ? ബാർലി എന്ന് പറയുന്നത് ഏതാണ്? റാബി വിളയാണ്. ബാർലി എന്ന് പറയുന്നത് ഏതാണ്? റാബി വിളയാണ്. നെല്ല്, ചോളം, അതുപോലെ തന്നെ പരുത്തി ഒക്കെ ഖാരിഫ് വിളകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ്. 1998 മെയ് 17-നാണല്ലേ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം ഏതായിരുന്നു? 2021 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പെരുങ്കുളമാണ്ടോ? പെരുങ്കുളം. നെക്സ്റ്റ്, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? GSTയുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏത് ഭേദഗതിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഭേദഗതിയാണ്? 101 ഭേദഗതിയിലെ 2017 ജൂലൈ 1-നാണല്ലേ വന്നത്? 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1-നാണ്. അതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഭേദഗതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101 ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണല്ലേ? ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് കേട്ടോ. 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആയിരുന്നു. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ വന്നിരിക്കുന്നത്. നോക്കാം ഇതിലേതാണ് ശരിയെന്ന്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ശരിയാണല്ലേ? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അതും ശരിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലാനോബിസ് ആണല്ലേ? PC മഹലാനോബിസ് ആണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി. അപ്പോൾ അതും ശരിയാണ്. എല്ലാം ശരിയാണല്ലേ? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-ന്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലാനോബിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണല്ലേ? കറുത്ത മണ്ണാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത PSC ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.